എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ. ഇന്ന് നമുക്ക് ഒരു മലബാർ ചിക്കൻ ചെയ്താലോ? നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് ബിരിയാണിയോടെ കഴിക്കാനും നമുക്ക് സാദാ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ? നമ്മളൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 തക്കാളിക്കും ഒരു നാരങ്ങയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് കുറച്ച് കപ്പലണ്ടി ആണ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാം. നമ്മളിവിടെ ഇന്ന് ചേർക്കുന്നത് വെള്ള കപ്പലണ്ടിയാണ്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം, ഇത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ചിക്കനിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ചേർത്ത് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം, അധികം സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. സവാളയിൽ കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ നമ്മൾ കപ്പലണ്ടിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ചതച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഗ്രേവിക്കൊക്കെ. കുറച്ച് നമ്മൾ നല്ലപോലെ അരച്ചും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി തക്കാളിക്കയും ചേർക്കണം. നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കിനി തക്കാളിക്കയും കൂടെ ചേർക്കാം. 1-2 തക്കാളിക്ക ചേർക്കാം. നമ്മളിവിടെ ഇന്ന് ഒരു തക്കാളിക്കയാണ് ചേർത്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 തക്കാളിക്ക ചേർക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചിക്കനും ചേർക്കാം. നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂറായിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതും ചേർത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്താണല്ലോ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം ചേർക്കാം. മുളക് പൊടി നമ്മൾ പച്ചമുളകും കുരുമുളകും ചേർത്തുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. നല്ലപോലെ എല്ലാം ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം. ഇതൊരു 10-25 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കി. ഇത് നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ടുള്ളൊരു മലബാർ ചിക്കൻ കറിയാണ്. നമുക്കിതിനകത്ത് ചപ്പാത്തി കഴിക്കാനും നമ്മുടെ റൈസൊക്കെ കഴിക്കാനും പ്ലെയിൻ റൈസ് നമ്മൾ സാദാ ചോറ് കഴിക്കാനും ബിരിയാണിക്കും ഒക്കെ നല്ല ഒരു ഡിഷാണിത്. നല്ലപോലെ എല്ലാം ഇളക്കി നമുക്കിനി ഇതൊന്ന് അടച്ച് വേവിക്കാം. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമ്മുടെ കപ്പലണ്ടി അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അണ്ടിപ്പരിപ്പ് അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ പച്ച തേങ്ങയും അരയ്ക്കാം. നമ്മളിവിടെ നിന്ന് അരച്ചിട്ടില്ല. നമുക്ക് കപ്പലണ്ടി കുറച്ച് തനിയെ അരച്ച് ചേർത്ത് അതും കൂടെ ചേർത്ത് പച്ചമുളകിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളായിരുന്നു. ഇനി നമ്മൾ കുറച്ച് കൊഴുത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. തൊലിയില്ലാത്ത വെള്ളക്കപ്പലണ്ടി ആയിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കുറച്ച് ഗരം മസാല കുറച്ച് കൂടുതൽ പെരിഞ്ജീരകം ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. അതും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി ഉപ്പൊക്കെ നോക്കി നമുക്കൊരു 25 മിനിറ്റ് അടച്ച് വേവിക്കാം. നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. നമ്മുടെ കറിയൊക്കെ 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്.
നമുക്ക് കുറച്ച് കടുവൊക്കെ താളിച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ കരിവേപ്പില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നമുക്കൊന്ന് നല്ലപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തൊന്ന് കടുക് താളിക്കാം. നമ്മൾ ചെറിയൊക്കെ ഉള്ളി ചേർത്ത ഒരു കടുവും താളിച്ച് നമ്മുടെ മലബാർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചത്തേങ്ങ അരച്ച് ചെയ്യാം. അതിന് പകരം കാഷ്യൂനട്ട്, പച്ചത്തേങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളക്കപ്പലണ്ടി അരച്ച് ചേർത്ത് ചെയ്യാം. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ പല തരത്തിലൊന്ന് ചെയ്ത് നോക്കണം. ഏതിനായിരിക്കും ടേസ്റ്റ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കടുവും താളിച്ച് ചേർത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.